ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് അവസാനം വരെ കാണുക. നമ്മൾ തമ്പ്ലൈനിൽ കണ്ട പോലെ നമുക്ക് ജി ഡി എൻട്രി നമുക്ക് സിമ്പിളായിട്ട് കേരള പോലീസിൻ്റെ മൊബൈൽ ആപ്പിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പോൾ ആപ്പ് ആണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. വാഹനമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജി ഡി എൻട്രി കിട്ടുമെന്ന് ചോദിക്കും അല്ലേ. ജി ഡി എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഡയറി. ഓക്കെ, അപ്പം ജി ഡി കിട്ടുമെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അപ്പോൾ ഗവൺമെൻറ്റിന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആപ്പ് വഴി അപേക്ഷിച്ചിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ആൾ മരിക്കുകയോ അല്ലെങ്കിൽ വലിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല. അല്ലാതെയുള്ള ചെറിയ 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 ആക്സിഡൻസിന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ നമുക്ക് ജി ഡി എൻട്രി കിട്ടും. അതിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് സാധാരണ പോലെ പോവാം. അവിടെ പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, അറിയാത്തവർ ഈ വീഡിയോ അവസാനം വരെ കാണും. ഓക്കെ, അപ്പോൾ പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ്, വൺ ടച്ച് പോലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ഒരു ഇൻ്റർഫേസ് വരും. നീക്കുക, അടുത്ത് നീക്കുക, ബ്ലഡ് സർവീസ് അങ്ങനെ പറഞ്ഞ സിറ്റിസൺ സേഫ്റ്റി സർവീസ് അങ്ങനെ പറഞ്ഞ കോൺടാക്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് മോർണിംഗ് വേണമെങ്കിൽ നമുക്ക് മോർണിംഗ് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇൻ്റർഫേസ് കിട്ടും. ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ് കൊടുക്കുക. നിങ്ങളെ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ കൊടുത്തിട്ട് ഒരു OTP വരും. അത് നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കൊടുക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് തുറന്ന് കാണിക്കും ഈ ആപ്ലിക്കേഷനിൽ. നമ്മുടെ സർവീസസിനകത്ത് കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ, അങ്ങനെ ആക്സിഡൻറ്റ്, GD, FIR, ഡൗൺലോഡ്, ലോസ് പ്രോപ്പർട്ടി, പേയ്മെൻറ്റ് ഹിസ്റ്ററി, അങ്ങനെ പറഞ്ഞ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് പോൾ ബ്ലഡ് സർവീസുകളുണ്ട്, ബ്ലഡ് റിക്വസ്റ്റ് ഉണ്ട്, ബ്ലഡ് ഡോണർ രജിസ്ട്രേഷൻ ഉണ്ട്, ട്രാക്ക് മൈ ട്രിപ്പ്, ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ, അങ്ങനെ കുറേ കാര്യമുണ്ട്. നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ GD എൻട്രി, ആക്സിഡൻറ്റ് GD എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കൊടുക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന സാധ്യതയില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ലോഗിൻ നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ടൂണ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം എന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു അലേർട്ട് കാണിക്കും. ഓക്കെ, ഇപ്പോൾ യുവർ ടൂണ പ്രൊഫൈൽ ഈസ് നോട്ട് അപ്ഡേറ്റ് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അതായത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ ആദ്യം കൊടുക്കാം, എന്നിട്ട് പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക, പ്രസൻറ്റ് അഡ്രസ്സും കൊടുക്കുക. ഓക്കെ, പിന്നെ ആക്സിഡൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാം, അതിനകത്ത് മെൻഷൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആക്സിഡൻറ്റ് ആ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ആക്സിഡൻറ്റിൻ്റെ ഇമേജസ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലീസിനത് ഓക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്തും അവർ GD എൻട്രി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അപേക്ഷ കഴിഞ്ഞ് കിട്ടും. ഇനി അതല്ല വലിയ ആക്സിഡൻറ്റോ വലിയ അപകടമോ വലിയ മരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ പോയി അത് ക്ലാരിഫൈ ചെയ്യണം. FIR ഒക്കെ ഇട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം ഇതേപോലെ സിമ്പിൾ ഒരു പ്രോസസ്സിനകത്തൂടെ നമുക്ക് GD എൻട്രി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അറിയത്തില്ലാത്തവർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെന്നാണ്. അപ്പം അറിയത്തില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്യാം. അപ്പം ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോസിന് ഞാൻ പറയുന്നതാണ്. അപ്പം അറിയത്തില്ലാത്തത് അറിയാൻ ആഗ്രഹമുള്ളൊരു സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക്സ്.